ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മരിയൻസ് കിച്ചൻ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട. ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങ് വേണം. ഞാനിപ്പം വലിയ 3 ഉരുളൻകിഴങ്ങ് കുറച്ച് വലുപ്പത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറുതാക്കി നുറുക്കാം, വലുപ്പത്തിൽ നുറുക്കാം. അപ്പോൾ നുറുക്കി കഴുകി അതിൻ്റെ വെള്ളമെല്ലാം വാല വെച്ചിട്ടാണ് ഇതുപോലെ അല്പം വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഉരുളൻകിഴങ്ങിൻ്റെ പീസെല്ലാം നുറുക്കിയെടുത്തിരിക്കുന്നത്. ഇത് ചെറുതാക്കി നുറുക്കിയെടുക്കാം, പക്ഷേ ചിലപ്പോൾ വറുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരിക്കോളം വലുപ്പത്തിൽ നല്ല നീളത്തിൽ ഞാനിവിടെ ഇത് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ആകെക്കൂടി ഉരുളൻകിഴങ്ങും കോൺഫ്ലോറും മാത്രം മതി നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. കോൺഫ്ലോർ ചേർക്കുന്നതിന് ഒരളവൊന്നുമില്ല. ഞാനിപ്പോൾ കൂടുതൽ ഉരുളൻകിഴങ്ങ് എടുത്തിരിക്കുന്ന കാരണം ഏകദേശം ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ മുകളിൽ മുഴുവൻ തൂവി കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ കൈവച്ച് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഉരുളൻകിഴങ്ങ് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ പതുക്കെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. ഈ ഉരുളൻകിഴങ്ങിൻ്റെ മുകളിലെല്ലാം ഈ ഒരു കോൺഫ്ലോറിൻ്റെ കോട്ടിങ് നന്നായിട്ട് വരണം. അത്രമാത്രം കോൺഫ്ലോർ നമുക്ക് മതി. നിങ്ങൾ ചേർത്ത കോൺഫ്ലോർ കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞോണം വെള്ളം നന്നായിട്ട് വാല വെച്ചിട്ട് വേണം ഇങ്ങനെ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ വെള്ളമൊക്കെ നിൽക്കുകയാണെങ്കിൽ കോൺഫ്ലോർ എല്ലാം അതിനകത്ത് പറ്റി പിടിക്കും. ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ ഇത് റെഡി ആയിട്ട് വരും. ഇത് കണ്ടു, ഇപ്പോൾ എല്ലാം നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കോട്ട് ചെയ്ത് കിട്ടിയാൽ മതി നമുക്ക്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കാനായിട്ട് വെക്കണം. വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വറുത്തെടുക്കാം. പക്ഷെ നമ്മൾ പൊടി ചേർത്ത് കൊടുത്തതിന് കാരണം കുറച്ച് നേരം ഫ്രീസറിനകത്ത് വെച്ചൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിനകത്തിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഏകദേശം ഒരു മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൈം അനുസരിച്ചിട്ടാണ് ഞാനത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടാക്കണം. ലോ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ സ്റ്റിക്കുകൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വറുത്തെടുക്കുന്ന സമയത്തും തീ കുറയ്ക്കാനൊന്നും നിൽക്കേണ്ട, മീഡിയം ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. എന്നാൽ മാത്രമാണ് ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ റെസിപ്പി കിട്ടത്തുള്ളൂ. ഇത് ഏകദേശം ഒക്കെ റെഡിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഭാഗം ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിതുവരെ മറിച്ചിട്ടിട്ടില്ല. അപ്പോൾ ഒരു ഭാഗം നന്നായി ആയതിനു ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഓരോ ഭാഗം നന്നായിട്ടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, കാരണം ഒരു ഭാഗമായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണ്ണ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. നമുക്കറിയാമല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവുന്നത്. ഇത് കണ്ടോ, നന്നായിട്ട് വെന്ത് നല്ല കളറൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ റെസിപ്പി. നിങ്ങൾക്ക് ഇതിനകത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ കോൺഫ്ലോർ ഇട്ട് റെഡിയാക്കുന്ന സമയത്ത് ഒരു ഇച്ചിരിക്കോളം ഉപ്പ് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വറുത്ത് കോരുന്ന സമയത്ത് ഒരു ഇച്ചിരിക്കോളം ഉപ്പ് ഇട്ടിട്ട് എണ്ണയ്ക്കകത്ത് ഇച്ചിരിക്കോളം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സോസ് കൂട്ടി കഴിക്കുകയാണെങ്കിൽ പിന്നെ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടീസിനൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഉരുളൻകിഴങ്ങല്ലേ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.